ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം ആണ്. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് വൈഡ് സബ്ജക്റ്റ് ആണ്. അതായത് നമുക്ക് കോപ്പറേഷൻ, സോഷ്യലിസം, കമ്മ്യൂണിസം, അതേപോലെ തന്നെ ക്യാപിറ്റലിസം, ഇതും ഇതിന്റെ സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും ക്ലാസ്സുകൾ വരിക. അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോൾ ഒരു 2-3 മണിക്കൂറിന്റെ വീഡിയോ ആയിട്ട് വരും. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ച് സമയം എടുക്കുമ്പോൾ ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് പല ഭാഗങ്ങളായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ക്യാപിറ്റലിസത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ്. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും മുഴുവനായിട്ട് തന്നെ കാണണം. പോയിന്റ്സ് ഫുള്ള് ആയിട്ട് നമുക്ക് പഠിക്കണം ഈ എക്സാമിന്. നമ്മൾ ഓരോ ടോപ്പിക് സിലബസിൽ ഓരോ ടോപ്പിക് വൈസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഓരോ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Capitalism, socialism, cooperation. Capitalism, socialism, and cooperation all are the forms of organization, but fundamentally all are different. ഇതെല്ലാം ഒരു ഓർഗനൈസേഷൻ, സംഘടനയുടെ ഭാഗങ്ങളാണ്. ക്യാപിറ്റലിസവും സോഷ്യലിസവും കോപ്പറേഷനും. എന്നാൽ ഇതെല്ലാം മൗലികമായിട്ട് അവരെല്ലാം വ്യത്യസ്തമാണ്. അതായത് അവരുടെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. ഇതെല്ലാം ഒരു സംഘടനയുടെ ഭാഗങ്ങളാണെങ്കിൽ കൂടി ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കോപ്പറേഷൻ ആർ ദി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, ബട്ട് ഫണ്ടമെന്റലി ഓൾ ആർ ഡിഫറെന്റ്. ഇതെല്ലാം എന്താണ്? ക്യാപിറ്റലിസവും സോഷ്യലിസവും കോപ്പറേഷനും എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ വിവിധങ്ങളായ ഭാഗങ്ങളാണ്. എന്നാൽ അതിന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ മൗലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കുന്നു. കോപ്പറേഷൻ പോസസ് ദി അഡ്വാൻറ്റേജസ് വിച്ച് നൈദർ ദ സിസ്റ്റം ഓഫ് ക്യാപിറ്റലിസം നോർ സോഷ്യലിസം. അതായത് ക്യാപിറ്റലിസത്തിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ മാത്രമല്ല സോഷ്യലിസത്തിൻ്റെതായിട്ടുള്ള അത് അതിന്റെ കുറെ നേട്ടങ്ങൾ അതിലെടുക്കുന്നുണ്ടെങ്കിലും കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ക്യാപിറ്റലിസവും അല്ല, സോഷ്യലിസവും അല്ല. അതിന്റെ കുറെ അഡ്വാൻറ്റേജസ് അത് ഏറ്റെടുക്കുന്നുണ്ട്. ഒരിക്കലും ക്യാപിറ്റലിസമോ സോഷ്യലിസമോ അല്ല കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സിസ്റ്റം ഈസ് അവേ ഫ്രം ദ പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് കീപ്സ് ക്യാരക്ടർ of the capitalistic system on the one hand and keeps individual freedom on other hand. കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ലാഭലക്ഷ്യത്തിൽ നിന്ന് നിന്നുകൊണ്ട് ഒരു വശത്ത് എന്താണ് മുതലാളിത്തത്തിന്റെ സ്വഭാവങ്ങൾ എടുക്കുകയും മറ്റു വശത്ത് എന്താണ് എടുക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്തുകയും ചെയ്യുന്നത്. അതായത് ലാഭലക്ഷ്യം എന്ന് പറയുന്ന അതായത് ലാഭം ആവശ്യമാണ് കോർപ്പറേഷനില്. എന്നാൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? ലാഭത്തിൽ നിന്ന് വളരെ ലാഭത്തിൽ മാത്രമാണ് ഉന്നിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റീവ്സ് ലാഭം വേണം, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ ക്ഷേമങ്ങളും കൂടെ നിലനിർത്തിക്കൊണ്ടാണ് കോർപ്പറേറ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇതിൽ പറയുന്നതാണ് ക്യാപിറ്റലിസത്തിന്റെ ലാഭേച്ഛ എന്ന് പറയുന്ന ആ ലക്ഷ്യം മാറ്റി നിർത്തിക്കൊണ്ട് ക്യാപിറ്റലിസത്തിന്റെ കുറെ നല്ല ക്യാരക്ടർ എടുത്തുകൊണ്ട് ഇൻഡിവിജ്വൽ ഫ്രീഡവും കൂടെ നിലനിർത്തിക്കൊണ്ടാണ് കോപ്പറേറ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. കോപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫാർ എബവ് ദ ടു സിസ്റ്റംസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. സോഷ്യലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിൽ നിന്നും വളരെ അകന്ന് തന്നെയാണ്, വളരെ അകലയിൽ നിന്നല്ല, വളരെ ഉയർന്നത്. അവരുടെ മോശമായ വശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് വളരെ ഉയർന്ന സിസ്റ്റമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. The essential feature of cooperation is that power remains in the hands of men who are directly interested in the work to be done. അതായത് എസെൻഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കാണ് ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അവരുടെ ഒരു ഓർഗനൈസേഷനാണ്. നമുക്കിഷ്ടമുള്ള ജോലി, അതായത് നമുക്കിഷ്ടമുള്ള ജോലികൾ ചെയ്യുന്ന ഒരാളുകളുടെ ഓർഗനൈസേഷനാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. Cooperation is regarded as golden means between capitalism and socialism because it combines the spirit of public service with the management of basic principles. അത് കോപ്പറേഷൻ എന്ന് പറയുന്നത് സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അത് ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എന്നാണ് കോപ്പറേഷൻ അറിയപ്പെടുന്നത്. സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും നല്ല കാര്യങ്ങൾ, അത് ഗോൾഡൻ മീൻസ് ആണ്, നല്ല സുവർണ ലിപികളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് കോപ്പറേഷൻ അർത്ഥവത്താക്കുന്നത്. എന്തുകൊണ്ടെന്നാല് സ്പിരിറ്റ് ഓഫ് പബ്ലിക് സർവീസ് വിത്ത് മാനേജ്മെന്റ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ്. ചില പ്രിൻസിപ്പിൾസിനെ
അധിഷ്ഠിതമായിട്ട് പബ്ലിക്കിന് സർവീസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഇടയിലുള്ള ഒരു സ്വർണ്ണ ലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. Cooperation is an association of persons who combine for joint efforts on the basis of equality. Cooperation എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അസോസിയേഷൻ, വ്യക്തികളുടെ ഒരു അസോസിയേഷൻ ആണ്. അത് സമത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഓക്യുപ്പൈസ് ദ ഫ്രണ്ട് പൊസിഷൻ ഇൻ ദ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൽ എന്താണ്, ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് അവർ കൂടുതലായിട്ട് ഊന്നിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കോർപ്പറേഷൻ മേൻ റൂൾസ് ദ മണി വൈൽ ഇൻ ക്യാപിറ്റലിസം മണി റൂൾസ് ദ മേൻ. കോർപ്പറേഷൻ എന്താണ്, മനുഷ്യനാണ് പണത്തിന് വേണ്ടിയിട്ടുള്ള റൂളുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ പണമാണ് ക്യാപിറ്റലിസത്തില് മനുഷ്യരെ നിയന്ത്രിക്കുന്നത്. അതായത് മനുഷ്യനാണ് പണത്തെ നിയന്ത്രിക്കുന്നത് സഹകരണത്തിലെങ്കിൽ പണമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസത്തില്. ഇൻ കോർപ്പറേഷൻ ബിസിനസ് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ് റാദർ ദാൻ ക്യാപിറ്റൽ. കോർപ്പറേഷനിൽ എന്താണ്, ക്യാപിറ്റലിനേക്കാളും അത് മൂലധനത്തിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യനാണ്, മെമ്പർമാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. In capitalistic economy, profit earning is the main motive and surplus goes to the organizers and the capitalists. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ എന്താണ്, പ്രോഫിറ്റ് ഏർണിംഗ് ആണ്, ലാഭമാണ് കൂടുതലായിട്ട്. അതിന്റെ പ്രചോദനം എന്ന് പറയുന്നത് ലാഭമാണ്. അതിന്റെ സർപ്ലസ് എന്ന് പറയുന്നത്, അതിൽ കിട്ടുന്ന ലാഭം ആർക്കാണ് കൊടുക്കുന്നത്, ലാഭത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ലാഭം എന്ന് പറയുന്നത് അതിന്റെ മുതലാളികളുടെ കയ്യിലേക്കാണ് ചെല്ലുന്നത്. ഇൻ സോഷ്യലിസം ഓൺ ദ അതർ ഹാൻഡ്, സോഷ്യലിസം എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. അത് ലാഭമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലാഭം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിലാണെങ്കിൽ ലാഭം എന്ന് പറയുന്നത് ആരാണോ ബിസിനസ് ഓറിയന്റ് ചെയ്യുന്നത് അവരുടെ ലാഭം അവർക്ക് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, സ്റ്റേറ്റ് കൊണ്ടാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. കൊണ്ട് തന്നെ സ്റ്റേറ്റിലേക്കാണ് ആ ലാഭം എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ആ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല, സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവരിലേക്കാണ് ഇത് പോകുന്നത്. The principle of voluntary association and democratic management are the guidelines of cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ജനാധിപത്യപരമായിട്ടുള്ള മാനേജ്മെന്റിലാൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതുപോലെ അതൊരു വളണ്ടറി, സ്വയം ഓരോരുത്തരും ഇഷ്ടപ്രകാരം രൂപീകരിക്കുന്ന ഒരു അസോസിയേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഈ അസോസിയേഷനിലേക്കാണ് ഇതിന്റെ ലാഭവും ഇതിന്റെ എല്ലാ കാര്യങ്ങളും. കോർപ്പറേഷന്റെ ലാഭം എന്ന് പറയുന്നത് ആ ഒരു അസോസിയേഷൻ, ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അവര് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജനങ്ങളാൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അസോസിയേഷനിലേക്ക് അതിന്റെ ലാഭം എന്ന് പറയുന്നത് പോകുന്നു എന്നുള്ളതാണ്. മറ്റേ സോഷ്യലിസത്തിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഒരു ഏരിയ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, അങ്ങനെയുള്ള ആ ഒരു ഏരിയയാണ്, അവിടേക്കാണ് അതിന്റെ ഉന്നമനം മുഴുവൻ പോകുന്നതെങ്കിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ആ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അതിലേക്കാണ് കോർപ്പറേഷന്റെ പ്രോഫിറ്റുകളൊക്കെ പോകുന്നത്. എന്നാൽ നമ്മളുടെ ക്യാപിറ്റലിസം ആണെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും പോകുന്നത് ആരാണോ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണോ ഒരു കമ്പനി നടത്തുന്നത് അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. Socialism is based on the principles of mutual help, avoid exploitation, profit and service to community as a whole. അതായത് സോഷ്യലിസം എന്ന് പറയുന്നത് മ്യൂച്വൽ ഹെൽപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കിക്കൊണ്ട്, ചൂഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരെയും സഹായിക്കുക എന്നുള്ള ഉദ്ദേശ്യമാണ് സോഷ്യലിസം ബേസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് ചൂഷണം ഒഴിവാക്കിക്കൊണ്ടുവന്ന പ്രോഫിറ്റും സർവീസായാലും ലാഭമായാലും എല്ലാനും കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ കോർപ്പറേഷൻ ജനറൽ ബോഡി ഈസ് ദ ഫൈനൽ അതോറിറ്റി. കോർപ്പറേഷനിലാണെങ്കിൽ ജനറൽ ബോഡിയാണ് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഇൻ ക്യാപിറ്റലിസം ഓർ ദി ഇൻഡിവിജ്വൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റിക്കിലാണെങ്കിൽ മുതലാളിമാരല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അവരാണ് അതിലെ സുപ്രീം അതോറിറ്റി. സോഷ്യലിസത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ആണ് സുപ്രീം അതോറിറ്റി. സ്റ്റേറ്റ് ആണ് സോഷ്യലിസത്തിൽ സുപ്രീം അതോറിറ്റി. അപ്പൊ ഇതൊക്കെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ. നമ്മളിത്തിരി സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാത്തത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം.
അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ സ്റ്റേറ്റ് ഇൻ സോഷ്യലിസം. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ സ്റ്റേറ്റ് ഇൻ സോഷ്യലിസം. സോഷ്യലിസത്തിലെ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ആരാണ്? സ്റ്റേറ്റിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ ക്യാപിറ്റലിസത്തിൽ എന്താണ്? ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കയ്യിലേക്കാണ് വന്നിരിക്കുന്നത്? ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലാണെങ്കിൽ, കോർപ്പറേഷനിലാണെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന വർക്കേഴ്സിലാണ്. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ സ്റ്റേറ്റ് ഇൻ സോഷ്യലിസം. All means of production are owned by private individuals in capitalism. In cooperatives, means of production are owned and managed by its workers. In cooperatives, means of production are owned and managed by its workers. Cooperation is regarded as golden means between capitalism and socialism because it combines the spirit of public service with the management of basic principles. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു. Gandhiji stated that we have to learn to strike a mean between individual freedom and social restraint. Gandhiji stated that we have to learn to strike a mean between individual freedom and social restraint. എന്താണ് ഗാന്ധിജി പറഞ്ഞത്? വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നിയന്ത്രണത്തിനും ഇടയിൽ ഇടം പിടിക്കാൻ നാം ശ്രമിക്കണം. അതായത് നാം പഠിക്കണം. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നിയന്ത്രണത്തിനും ഇടയിൽ ഇടം പിടിക്കാൻ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെന്താണ് ഉള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താണ്? നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നിയന്ത്രണത്തിനും ഇടയിൽ ഇടം പിടിക്കാൻ നാം പഠിക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അതേപോലെ തന്നെ വി എസ് ബൈഡ് എന്ന് പറയുന്നത് the former registrar of cooperative societies of Bombay stated that cooperation represents a happy means between the forces of extreme individualization on one hand and the socialism and communication on the other hand. It stands for individual rights tempered by consideration of justice, equality and fair dealing as between men, and its one whole great aim is to prevent the exploitation of the weaker by the stronger party. എന്താണ് മിസ്റ്റർ ബൈഡ് എന്ന് പറയുന്നത്? വി എസ് ബൈഡ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റേറ്റിലെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്, ഇവിടുത്തെ RCS ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് കോപ്പറേഷൻ റെപ്രസെന്റ്സ് എ ഹാപ്പി മീൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ഓഫ് എക്സ്ട്രീം ഇൻഡിവിജ്വലൈസേഷൻ ഓൺ വൺ ഹാൻഡ്, അതായത് ആൻഡ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി അതർ ഹാൻഡ്. സഹകരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു തീവ്രമായ വ്യക്തിവൽക്കരണ ശക്തികളും അതേപോലെ തന്നെ സോഷ്യലിസവും ആശയവിനിമയവും തമ്മിലുള്ള സന്തോഷകരമായ മാർഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വി എസ് ബൈഡ് എന്ന് പറയുന്ന RCS പറഞ്ഞത്. എന്താണ് പറയുന്നത്? സഹകരണം എന്ന സംഭവം എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള വ്യക്തിവൽക്കരണം, ഫോഴ്സസ് ഓഫ് എക്സ്ട്രീം ഇൻഡിവിജ്വലൈസേഷൻ ഓൺ വൺ ഹാൻഡ്, ഒരു സൈഡില് തീവ്രമായ വ്യക്തിവൽക്കരണവും മറ്റേ സൈഡിൽ എന്താണ്? ഈ സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യലിസവും ആശയവിനിമയവുമാണ് മറ്റേ വസ്തുത. ഇത് തമ്മിലുള്ള സന്തോഷകരമായ ഒരു മാർഗത്തെയാണ് സഹകരണം റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബോംബെ അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ടെമ്പേർഡ് ബൈ കൺസിഡറേഷൻ ഓഫ് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഫെയർ ഡീലിംഗ്സ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഇറ്റ്സ് വൺ മാൻ ആൻഡ് എന്താണ്? ഒന്നെന്താണ്? മനുഷ്യർ തമ്മിലുള്ള നീതിതുല്യമായിട്ടുള്ള ഇടപെടലുകളോ ആണ്. എന്നാൽ പിന്നെ അടുത്തെന്താണ്? one goal great aims is to prevent the exploitation of the weaker by the stronger party. എന്താണ്? ശക്തമായ പാർട്ടികളെ ദുർബലരായിട്ടുള്ള പാർട്ടികളെ ചൂഷണം ചെയ്യുമല്ലോ, അത് തടയുക. പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ എന്താ പറയാ കോൺഗ്രസ് പാർട്ടി, അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ തന്നെ ഉദ്ദേശിക്കുന്നത്. ശക്തരായ പ്രസ്ഥാനങ്ങളെ ദുർബലരായ പ്രസ്ഥാനങ്ങളെ ചൂഷണങ്ങൾ ചെയ്യുമല്ലോ, അതിൽ നിന്ന് തടയുക എന്നുള്ളതാണ് ഒരു സൈഡിൽ എന്താണ്? നീതിതുല്യമായ ഇടപാടുകൾ നടത്തണമെങ്കിൽ നീതി, സമത്വം, ഈക്വലായിട്ടുള്ള ഫെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കൺസിഡറേഷൻ നടത്തുകയും മറ്റൊരു സൈഡിൽ എന്താണ്? ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള
ചൂഷണങ്ങളെ തടയുക, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതാണ് വി എസ് ബായുടെ പഠനം. വി എസ് ബായുടെ പഠനം എന്താണ്? സഹകരണം എന്നത് തീവ്രമായ വ്യക്തിവൽക്കരണ ശക്തികളും സോഷ്യലിസവും ആശയവും തമ്മിലുള്ള സന്തോഷകരമായ മാർഗത്തെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? മനുഷ്യർ തമ്മിലുള്ള നീതിതുല്യമായ ഇടപാടുകൾ എന്നിവ പരിഗണിച്ച് വ്യക്തികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നു. ശക്തമായ പാർട്ടിയാണ് അത് നിലകൊള്ളുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? അവകാശങ്ങൾക്കായിട്ട് നിലകൊള്ളുന്നു. അതേപോലെ തന്നെ ശക്തരായിട്ടുള്ള ആളുകള് ദുർബലരെ ചൂഷണം ചെയ്യുന്നതിനെ തടയുക എന്നതുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണ് വി എസ് ബായുടെ പറഞ്ഞത്. വേറെ ഒന്നുമില്ല ഇതില്. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഡിവിജ്വലൈസേഷൻ, അതായത് തീവ്രമായിട്ടുള്ള വ്യക്തിവൽക്കരണത്തിനും അതുപോലെ തന്നെ സോഷ്യലിസവും ആശയവിനിമയവും തമ്മിലുള്ള ഈ കാര്യങ്ങളിൽ സന്തോഷകരമായിട്ട് ഒരേ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത്, സന്തോഷകരമായിട്ട് ഒരേ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും നീതിതുല്യമായിട്ടുള്ള ഒരു അവകാശങ്ങൾക്ക് വേണ്ടി, എല്ലാവരുടെയും നീതിതുല്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കോർപ്പറേഷൻ. അതുപോലെ തന്നെ ചൂഷണങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവുമാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് വി എസ് ബായുടെ പറഞ്ഞത്. ഇനി നമുക്ക് ക്യാപിറ്റലിസത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് കോർപ്പറേഷൻ? കോർപ്പറേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, സ്വന്തം സാമ്പത്തിക ഉന്നമനത്തിനായി വ്യക്തികള് രൂപീകരിച്ച സംഘടനയാണ്. അതായത് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റ് ആവശ്യമാണ്. പ്രോഫിറ്റ് ഇല്ലാതെ ഒന്നും വേണ്ടിയിട്ട് സർവീസ് അല്ല, അവിടെ സർവീസ് മാത്രമല്ല, സർവീസും പ്രോഫിറ്റും രണ്ടും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്താ? സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വ്യക്തികളാൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് കോർപ്പറേഷൻ. അതിൽ പ്രധാനപ്പെട്ട എന്താണ്? അവിടെ എന്താണ്? മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്ന ആ ഒരു ആശയവുമുണ്ട്. അത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നതുമാണ്. എന്താണ് അത്? മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്നത് സ്വയം സംഘടിക്കുന്ന വളണ്ടറി അസോസിയേഷൻ ആണ്. അതുപോലെ ജനാധിപത്യ രീതിയിലുള്ള അസോസിയേഷൻ ആണ്. അവിടെ എന്താണ്? മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്ന പരസ്പര സഹായവും കൂടി അവിടെ പ്രതിനിധീകരിക്കണം. അല്ലാതെ ഞാൻ എന്നല്ല, എന്റെ സംഘടനയിലുള്ള എല്ലാവരുടെയും ഹെൽപ്പ്, അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ലത് മാത്രമേ ചെയ്യുക. ഇതാണ് നമ്മൾ ഈ പറയുന്ന കോർപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോർപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ക്യാപിറ്റലിസം എന്താണ്? ക്യാപിറ്റലിസത്തില് ഈ സ്വന്തമായിട്ടുള്ള ലാഭേച്ഛ മാത്രമേ ഉള്ളൂ. എന്നാൽ ലാഭേച്ഛ മാത്രം ഉദ്ദേശിക്കുന്നതാണ് കോർപ്പറേറ്റീവ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. എന്നിട്ടാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്നിട്ടാണ് ഉൽപാദന ഘടകങ്ങൾ, അല്ലെ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? എന്താണ് അത് ഉള്ളത്? ലാൻഡ്, ലാബ്, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൽ ക്യാപിറ്റലിന് മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നത്. അതാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റൽ മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ക്യാപിറ്റലിന് ഊന്നൽ കൊടുക്കുകയും ഒട്ടും പരിഗണന നൽകാത്തതാണ് ലേബർ എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന് ഒരു പരിഗണനയും നൽകാത്തതാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സോഷ്യലിസം. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂഹിക നീതി എന്ന് പറയുന്നതിൽ രാഷ്ട്രമാണ്. അവിടെ രാഷ്ട്രത്തിന്റെ സാമൂഹിക നീതി, അതില് നമ്മൾ സ്റ്റേറ്റ് കൊണ്ടാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിന് ഒരു എന്താ പറയാ, കൂടുതൽ സ്റ്റേറ്റ് മാത്രമാണ് അതിൽ ശക്തി, വേറൊന്നുമില്ല. ആ ഒരു രാഷ്ട്രീയം വരുന്നതാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് അല്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള രാഷ്ട്രീയമല്ല. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം മാത്രം എന്നുള്ള ആ ഒരു ഇതിലല്ല. ആ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വ്യക്തികളല്ല, അവിടെ സ്റ്റേറ്റ് മാത്രമാണ്. അവിടെ വ്യക്തികൾക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല. അവിടെ സ്റ്റേറ്റിന് മാത്രമാണ് പ്രാധാന്യം. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആ സമ്പദ് വ്യവസ്ഥയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഇന്ന് ക്യാപിറ്റലിസം പഠിക്കാം.
എന്താണ് ക്യാപിറ്റലിസം? നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്യാപിറ്റലിസം നമ്മൾ പറയാൻ പോകുന്നത്. Capitalism is an economic system in which the means of production and distribution are privately owned. ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാമ്പത്തിക വ്യവസ്ഥിതി തന്നെയാണ്. അതിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്വകാര്യ വ്യക്തികൾ സ്വകാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്ത് സ്വകാര്യ സ്വത്തായിട്ടുള്ളതാണെങ്കിൽ അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ദ മെയിൻ എയിം ഓഫ് ക്യാപിറ്റലിസം ഈസ് മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ ലാഭം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ദ മെയിൻ എയിം ഓഫ് ക്യാപിറ്റലിസം ഈസ് ഏൺ മാക്സിമം പ്രോഫിറ്റ്. അണ്ടർ ദ ക്യാപിറ്റലിസം എ ഗ്രേറ്റർ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. അതായത് ക്യാപിറ്റലിസത്തിൽ എന്ന് പറയുന്നത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ആ അന്തരം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ ഭയങ്കര അന്തരമാണ്. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെ അതിലില്ല. ഒന്നില്ലെങ്കിൽ വലിയ പണക്കാർ, അല്ലെങ്കിൽ പാവപ്പെട്ടവര്. ഇതാണ് ആ അന്തരം എന്ന് വെച്ചാൽ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര അന്തരമാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ആ ഒരു സമ്പദ് വ്യവസ്ഥിതിയിൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്തിരിക്കുന്നു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. ക്യാപിറ്റലിസത്തില് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ അകലെയാണ്, വളരെ 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 അകലെയാണ്. Capitalism as a system depends for existence on certain fundamental points. Certain ആണ് ഇട്ടത്. Capitalism as a system depends on existence on certain fundamental points. എന്തൊക്കെയാണെന്ന് നോക്കാം. Right of free inheritance, right of free enterprise, right of contract, right of private gain and personal freedom. എന്തൊക്കെയാണ്? Right of free inheritance, right of free inheritance, right of സ്പെല്ലിംഗ് ഒക്കെ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. റൈറ്റ് ഓഫ് ഫ്രീ എന്റർപ്രൈസ്, റൈറ്റ് ഓഫ് ഫ്രീ എന്റർപ്രൈസ്, റൈറ്റ് ഓഫ് കോൺട്രാക്ട്, റൈറ്റ് ഓഫ് കോൺട്രാക്ട്, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഗെയിൻ ആൻഡ് പേഴ്സണൽ ഫ്രീഡം, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഗെയിൻ ആൻഡ് പേഴ്സണൽ ഫ്രീഡം. ഇങ്ങനെ ഇതാണ് ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റലിസം എന്ന് പറയുന്ന സിസ്റ്റം ഈ ഫണ്ടമെന്റൽസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പ്രവർത്തിക്കുന്നത്. നോൺ ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കണോമിക് മാറ്റേഴ്സ്. അതായത് സാമ്പത്തികപരമായ ഒരു നയങ്ങളിലും ക്യാപിറ്റലിസത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെന്റിന് യാതൊരുവിധ ഇടപെടലുകളും നടക്കുകയില്ല. എന്താന്ന് വെച്ചാൽ അവിടെ ഭരിക്കുന്നവരാണ് മുതലാളിമാരാണ്. മുതലാളിമാര് അവരുടെ ആ ഓർഗനൈസേഷനിൽ അവരുടേതായ നിയമങ്ങളാണ്. ഗവൺമെന്റിന്റെ യാതൊരുവിധ സാമ്പത്തിക നയങ്ങളും അവിടെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഗവൺമെന്റിന്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും സാധിക്കുകയില്ല. നോൺ ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കണോമിക് മാറ്റേഴ്സ്. കംപ്ലീഷൻ ഇൻ ദ മാർക്കറ്റ് ആസ് ദ റെഗുലർ ഓഫ് പ്രൈസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ഒരു ഇതിൽ എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി അവിടുത്തെ ഇപ്പൊ ഞാനാണ് ഒരു മുതലാളി, ഞാൻ നടത്തുന്ന ബിസിനസ്സിൽ എന്റേതായ പ്രൈസുകളാണ് ഞാനാണ് അവിടെ വില നിശ്ചയിക്കുന്നത്. മാർക്കറ്റിലുള്ള എല്ലാ വില നിയന്ത്രണങ്ങളും നടത്തുന്നത് ഒരു ബിസിനസ് യൂണിറ്റുകളാണ്. അപ്പൊ അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കംപ്ലീഷൻ ഇൻ ദ മാർക്കറ്റ് ആസ് ദ റെഗുലർ ഓഫ് പ്രൈസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റികളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെ വില എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവരുന്നത്? അവരുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനങ്ങളുടെ തന്നെയാണ്. വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ടും. അത് ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ് ആൻഡ് ഹാവ് നോട്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ അന്തരം വളരെ വലുതാണ്. വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ റിച്ചും പൂവറും തമ്മിലുള്ള അന്തരം വലുതാണ്. അത് തന്നെയാണ് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് എന്ന് പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കൺസ്യൂമർ സോവറിനേറ്റ്. കൺസ്യൂമർ സോവറിനേറ്റ് എന്ന് വെച്ചാൽ ഉപഭോക്താക്കളുടെ ഒരു പരമാധികാരം. അതായത് ഒരു ഉപഭോക്താവിന്, ഒരു കൺസ്യൂമറിനെ തീരുമാനിക്കാം അവന് വാങ്ങിക്കണോ, ആരിൽ നിന്ന് വാങ്ങിക്കണോ എന്നുള്ള കാര്യങ്ങൾക്ക് കൺസ്യൂമറിന് വാങ്ങിക്കുന്ന ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് the right to private property and private profit motivates entrepreneurs to develop industries and trade. എന്താണ്? The right to private property and private profit motivates entrepreneurs to develop industries and trade. അതായത് പ്രൈവറ്റ് ആയിട്ട് എത്ര പ്രോപ്പർട്ടി വെക്കണം എന്നുള്ളത് അത് അവരുടെ അവകാശമാണ്. എത്രത്തോളം പ്രോഫിറ്റ് വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയും ആ ട്രേഡും ഒക്കെ എന്റർപ്രിനേഴ്സിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് അത് പറയുന്ന വെച്ചാല് എത്രത്തോളം അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പ്രൈവറ്റ് പ്രോഫിറ്റ് മോട്ടീവ്സ് എന്റർപ്രിനേഴ്സ് ടു ഡെവലപ്പ് ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡ്. അവർക്ക്
ഇപ്പൊ സ്വകാര്യമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ലാഭവും ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇൻഡസ്ട്രി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് അത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ട്രേഡ് നന്നായിട്ട് നടക്കും, അതുപോലെ ഇൻഡസ്ട്രി നന്നായിട്ട് നടക്കും. പിന്നെ അവിടെ മത്സരങ്ങൾ കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂമറിനാണ് പരമാധികാരമുള്ളത് സാധനങ്ങൾ ഇത് വാങ്ങിക്കുന്നത്. അപ്പൊ അവിടെ മത്സരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വില കുറയാം, ഗുണങ്ങൾ കൂടാം, അതൊക്കെ ആ, സാധ്യതകൾ കൂടുതലാണ്. കാരണം കൺസ്യൂമർ ഇന്ന ആളെന്ന് ഇന്ന സ്ഥാനത്ത് കൺസ്യൂമറാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് അവര് വാങ്ങിക്കുന്നില്ല, അപ്പുറത്തെ ആള് വില കുറവിന് കൊടുക്കും. അപ്പൊ അവിടെ ഒരു മത്സരങ്ങൾ വരും, വില കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ കൺസ്യൂമർ വാങ്ങിക്കില്ല, അവിടെ ക്വാളിറ്റി ഉണ്ടാവാൻ നല്ല സാധ്യതകളുണ്ട്. ഫ്രീ കോമ്പറ്റീഷൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ഫ്രീ കോമ്പറ്റീഷൻ ആണ് അല്ലെ. ഫ്രീ കോമ്പറ്റീഷൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. എവരി പ്രൊഡ്യൂസർ ട്രൈസ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ചാർജസ് ലെസർ പ്രൈസ് ദാൻ ഇറ്റ്സ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. എല്ലാവരും എന്താണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങള് പ്രൈസ് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ അധികം കൂട്ടാതെയും ആ ഒരു രീതിയിലേക്ക്, അതായത് മൊണോപ്പൊളി ആവാതെ ശ്രമിക്കും. എവരി പ്രൊഡ്യൂസർ ട്രൈസ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ചാർജസ് ലെസർ പ്രൈസ് ദാൻ ഇറ്റ്സ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. നേരെ തിരിച്ചും വരും. സംഭവങ്ങൾ കുറവുള്ള സാധനം ഇപ്പൊ ഞാൻ മാത്രമാണ് അത് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നെങ്കിൽ അവിടെ മത്സരങ്ങളില്ല, അപ്പൊ ഞാൻ കൂടുതൽ വിലക്ക് വിൽക്കാനും സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും വരാം. The right to private property and private profit motivates entrepreneurs to develop industries and trade. Free competition is an important feature of capitalism. Every producer tries better quality and charges lesser price than it's prevailing in the market. In capitalism, the consumer is supreme as he is a final authority in respect of what goods are to be produced and what price they should be sold. അതായത് ക്യാപിറ്റലിസത്തിൽ കൺസ്യൂമർ ആണ് സുപ്രീം, ആളാണ് ഏറ്റവും മുകളിലുള്ള ആള്. അതുകൊണ്ട് തന്നെ ആൾ ഡിസൈഡ് ചെയ്യുന്നു എന്താണ്, ഏത് ഗുഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് വിലയ്ക്കാണ് വിളിക്കുന്നത്, എല്ലാം തീരുമാനിക്കുന്നത് ആ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി, അതിന്റെ ഡയറക്ടേഴ്സ് അവരാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓണേഴ്സ് ആണ് എന്ത് സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കണ്ട, എന്ത് ഇൻഗ്രീഡിയൻസ് വേണം, എത്ര രൂപയ്ക്ക് വിൽക്കണം, ഇതെല്ലാം ഇവരാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റലിസത്തില് അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇൻ ക്യാപിറ്റലിസം ദ കൺസ്യൂമർ ഇസ് സുപ്രീം as he is the final authority in respect of what goods are to be produced and at what price they should be sold. Capitalism has survived many crises and it is flexible in the sense that it's very easy for them to adapt. Capitalism has survived many crises and it's flexible in the sense that it's very easy for them to adapt. എന്ത് ക്രൈസിസ് വന്നാലും അതിൽ നിന്ന് വിടുതൽ വരാൻ അവർ കുറച്ചും കൂടി ഈസിയാണ്, അവർ ഫ്ലെക്സിബിൾ ആണ്. കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ക്യാപിറ്റലിസം ഹാസ് സർവൈവ്ഡ് മെനി ക്രൈസിസ് ആൻഡ് അവർ കുറെ ക്രൈസിസ് അവർക്ക് വരുന്നുണ്ട്, പക്ഷെ അത് അതിൽ നിന്ന് അവർക്ക് അത് മാറി വരാൻ കുറച്ചും കൂടെ എളുപ്പവുമാണ്. ഇറ്റ്സെൽഫ് ടു ദി ചേഞ്ചിങ് എക്കണോമിക് കണ്ടീഷൻസ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നു, വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്ക് ടൈമില്ല. കൂടുതൽ ക്ലാസ്സുകൾ ഇപ്പൊ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തൊട്ട് പുറകെ എന്ത് വരുന്നുണ്ട്, കേരള ബാങ്കും കൂടെ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു. പോയിന്റ്സ് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ടായാലും പോയിന്റ്സ് എഴുതി പോകാം. പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ഗിവൺ ഫ്രീ പ്ലേ ഇൻ ക്യാപിറ്റലിസം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോയിറ്റ് എവരി സിറ്റുവേഷൻ ഫോർ ഒബ്റ്റെയിൻ പ്രോഫിറ്റ്. അതായത് ഡിസഡ്വാൻറ്റേജ് എന്താണ്, ക്യാപിറ്റലിസത്തിന് പ്രോഫിറ്റ് മോട്ടീവാണ് അല്ലെ, പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പൊ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്താണ്, ഒരു കാര്യങ്ങളിലും പ്രോഫിറ്റിന് വേണ്ടി ചൂഷണങ്ങൾ കൊണ്ടുവരും. അതായത് അവരുടെ ലക്ഷ്യം നമ്മുടെ പ്രോഫിറ്റ് ആണ്, അപ്പൊ അതിനുവേണ്ടി പല ചൂഷണങ്ങളും കൊണ്ടുവരും. ഗെയിൻ ഇഗ്നോറിംഗ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഗെയിൻ മാത്രമാണ് അവർ നോക്കുന്നത്, ഗെയിന് വേണ്ടിയിട്ട് അവര് കമ്മ്യൂണിറ്റിയുടെ എന്താണ് വെൽഫെയർ, ക്ഷേമം നോക്കുന്നില്ല. കമ്മ്യൂണിറ്റിക്ക് എന്ത് ദോഷം വരുന്ന രീതിയിലായാലും അവരുടെ പ്രോഫിറ്റിന് വേണ്ടി എന്ത് ചെയ്യും. അവിടെ ഏത് രീതിയിലുള്ള സമൂഹത്തിന് എന്ത് വിധത്തിലുള്ള ദോഷങ്ങൾ വന്നാലും അവർക്ക് പ്രശ്നമില്ല. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ആൻഡ് മോണോപ്പൊളി ക്രിയേറ്റഡ്. അവരുടെ കുത്തകയാണ്. അപ്പൊ അവരുടെ സാമൂഹികമായിട്ടുള്ള വെൽത്തിന് വേണ്ടിയിട്ട് അവരുടേതായ ശക്തികൾ കൊണ്ട് അവരവർ കുത്തകാവകാശം ക്രിയേറ്റ് ചെയ്യണം. അവരുടെ
അതായത് ആ ഒരു വിഭാഗത്തിന്റെ മാത്രം അവർ ആലോചിക്കുന്നുള്ളൂ. ബാക്കി താഴെക്കടയിൽ ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ കുറിച്ച് അവർ ചിന്തിക്കില്ല. ഞങ്ങളുടെ നേട്ടം ഞങ്ങളായിരിക്കണം അവിടുത്തെ കുത്തക എന്നുള്ള രീതിയിലാണ് അവര് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ആൻഡ് മോണോപോളീസ് ക്രിയേറ്റഡ്. ഫ്രീ കോമ്പറ്റീഷൻ ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ലീഡ്സ് ടു ഓവർ പ്രൊഡക്ഷൻ. അവിടെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവര് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്റെ പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കണം ഇങ്ങനെ വരുമ്പോ അവിടെ കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസത്തിൽ അടുത്ത പോയിന്റ് ആണ് the society is divided into groups versus the capitalists and the laborers. അതായത് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്ന ഒന്ന് തൊഴിലാളികളും ഒന്ന് മുതലാളിമാർ. രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഒരു സൊസൈറ്റി രണ്ടായിട്ട് മാറ്റുന്നു. ഒന്ന് മുതലാളികളും ഒന്ന് തൊഴിലാളികളും. there would be wide gap between rich and the poor. അവര് പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ വളരെ ഗ്യാപ്പ് ഉണ്ടാവുന്നു. there is likely to be maladjustment between supply and demand. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകുന്നു. there is likely to be maladjustment between supply and demand. Human values are neglected in capitalism. അവര് ഹ്യൂമൻ വാല്യൂസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുന്നു. ക്യാപിറ്റലിസം ഹ്യൂമൻ വാല്യൂസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുന്നു. ഇനി സിമിലാരിറ്റീസ് എന്താന്ന് നോക്കാം. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബോത്ത് കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. എന്തൊക്കെയാണ് തമ്മിലുള്ള സിമിലാരിറ്റീസ്? ബോത്ത് കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം റെക്കഗ്നൈസ് ദ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ഗിവൺ ഫ്രീ പ്ലേ ഇൻ ക്യാപിറ്റലിസം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോയിറ്റ് എവരി സിറ്റുവേഷൻ ഫോർ ഒബ്റ്റെയിൻ പ്രോഫിറ്റ്. അതായത് ക്യാപിറ്റലിസത്തിൽ അവിടെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് മുതലാളി സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതിന്, മാക്സിമം ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു സിറ്റുവേഷനെയും അവർ ചൂഷണം ചെയ്തുകൊണ്ട് മാക്സിമം ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോയിറ്റ് എവരി സിറ്റുവേഷൻ ഫോർ ഒബ്റ്റെയിൻ പ്രോഫിറ്റ്. സ്വകാര്യ വ്യക്തികളെ ഏതൊരു സിറ്റുവേഷനെയും ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് നേടുവാൻ ശ്രമിക്കുന്നു. പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ഗിവൺ ഫ്രീ പ്ലേ ഇൻ ക്യാപിറ്റലിസം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോയിറ്റ് എവരി സിറ്റുവേഷൻ ഫോർ ഒബ്റ്റെയിൻ പ്രോഫിറ്റ്. അതായത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊരു സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക മാത്രമേ ക്യാപിറ്റലിസത്തില് സ്വകാര്യ വ്യക്തികൾ ശ്രമിക്കുകയുള്ളൂ. ഗെയിൻ ഇഗ്നോറിംഗ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിന്റെ ക്ഷേമം അവർക്ക് ഉദ്ദേശിക്കുന്നില്ല. ആ ക്ഷേമത്തിനെ അവഗണിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനാണ് ക്യാപിറ്റലിസത്തിൽ ശ്രമിക്കുന്നത്. ഗെയിൻ ഇഗ്നോറിംഗ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ക്യാപിറ്റലിസത്തിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സമൂഹത്തിന്റെ യാതൊരുവിധ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല. അവിടെ നേട്ടങ്ങൾ മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ആൻഡ് മോണോപോളീസ് ക്രിയേറ്റഡ്. എന്താണ് അവിടെ വെൽത്തിന് അവരുടെ ക്ഷേമത്തിനും അവരുടെ ശക്തിക്കും മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നു. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? ആളുകളുടെ കയ്യില് സമ്പത്തും അധികാരവും ഒക്കെ കേന്ദ്രീകരിക്കുകയും അതിന്റെ പേരിൽ എന്താണ് ഒരു കുത്തക അവകാശങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ് സമ്പത്തും അധികാരവും കുറച്ചാളുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ആയതുമൂലം എന്താണ് അവിടെ ഒരു കുത്തക സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ആൻഡ് മോണോപോളി ഈസ് ക്രിയേറ്റഡ്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ആൻഡ് മോണോപോളി ഈസ് ക്രിയേറ്റഡ്. Free competition in the capitalist economy leads to overproduction. Free competition in the capitalist economy leads to overproduction. അതായത് അവിടെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതകളുമുണ്ട്. എന്താണ് ആവശ്യമായതിന്റെ അധികമുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മത്സരാധിഷ്ഠിതമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്റേത് കൂടുതൽ ചെലവാകണമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നതിനനുസരിച്ച് എന്താണ് ആവശ്യത്തിലധികം പ്രൊഡക്ഷനുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു.
അപ്പൊ ഡിസഡ്വാൻറ്റേജസ്, അതായത് കോട്ടങ്ങളിലൊന്നും എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ഗിവൺ ഫ്രീ പ്ലേ ഇൻ ക്യാപിറ്റലിസം, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോയിറ്റ് എവരി സിറ്റുവേഷൻ ഫോർ ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ്, ഗെയിൻ ഇഗ്നോറിംഗ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി, concentration of wealth and power in the hands of a few and monopoly is created. Free competition in the capitalist economy leads to overproduction. Disadvantages of capitalism. Capitalism കോട്ടങ്ങൾ എന്താണ്? പിന്നെ the society is divided into groups versus the capitalists and the laborers. അതായത് സമൂഹത്തെ രണ്ട് തട്ടുകളായി തിരിക്കുന്നതാണ്. രണ്ട് തട്ടുകളാവുന്നു. ഒന്ന് മുതലാളിയും മറ്റൊന്ന് തൊഴിലാളികളും. അതായത് തൊഴിലാളി മുതലാളി എന്ന് പറയുന്ന രണ്ട് തട്ടുകളായിട്ട് ഒരു സമൂഹത്തെ മാറ്റപ്പെടുകയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നത്. അവിടെ തൊഴിലാളികളും മുതലാളികളും, അതെന്താണ്, തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു അടിമ പോലെ പണിയെടുക്കാനുള്ളത് മുതലാളികൾ, അതിന്റെ അവരെ കൊണ്ട് പണിയെടുത്ത് അവരുടെ ലാഭം അവരിൽ നിന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് ലാഭം കൊയ്യുവാനുള്ള ഒന്നുമായിട്ട് മാറുന്നു. ദ സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് വേഴ്സസ് ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലേബറേഴ്സ്. ദ സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, എന്താണ്, ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദി ലേബറേഴ്സ്. There would be wide gap between the rich and the poor. അവിടെ പാവങ്ങളും പണക്കാരും എന്നുള്ള രണ്ട് തട്ടുകളായിട്ട്, അതായത് അവർ തമ്മിലുള്ള വളരെ അന്തരമുണ്ടാകുന്നു. പണക്കാരും പാവപ്പെട്ടവരും എന്നുമുള്ള രണ്ട് വളരെ വലിയ അന്തരമാണ് ക്യാപിറ്റലിസത്തിൽ ഉണ്ടാകുന്നത്. അതൊരു കോട്ടമാണ്. സമൂഹത്തെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കോട്ടം തന്നെയാണ്. There is likely to be maladjustment between supply and demand. മാലഡ്ജസ്റ്റ്മെന്റ്, അതായത് സപ്ലൈയും ഡിമാൻഡും തമ്മിലൊരു മാലഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു, ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. അതായത് ഡിമാൻഡിനും സപ്ലൈയുടെ ഇടയിലുള്ള വളരെയധികം വലിയ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. ദർ ഇസ് ലൈക്ലി ടു ബി മാലഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഹ്യൂമൻ വാല്യൂസ് ആർ നെഗ്ലക്റ്റഡ് ഇൻ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൽ മനുഷ്യന്റെ വാല്യൂസ് ഒന്നുമില്ല, ഹ്യൂമൻ വാല്യൂസ് ഒന്നും ഇല്ല. അവിടെ എന്താണ്, ലാഭം മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ വാല്യൂസ് ആർ നെഗ്ലക്റ്റഡ് ഇൻ ക്യാപിറ്റലിസം. There is likely to be maladjustment between supply and demand. Human values are neglected in capitalism. ഇനി ഡിസഡ്വാൻറ്റേജസ് കഴിഞ്ഞു, കോട്ടങ്ങൾ കഴിഞ്ഞു. ഇനി എന്താണ് ഇവരുടെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Similarities between both cooperation and capitalism. Similarities between both cooperation and capitalism. Both cooperation and capitalism recognize the right to private property and the right of inheritance. എന്താണ് പറയുന്നത്? അതായത് ഈ രണ്ട് കാര്യത്തിലും എന്താണ്, കോർപ്പറേഷനിലായാലും ക്യാപിറ്റലിസത്തിലായാലും എന്താ പറയുന്നത്, അത് പ്രൈവറ്റ് സ്വകാര്യ സ്വകാര്യ സ്വത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതിനുള്ള അവകാശവുമുണ്ട്. അതുപോലെ തന്നെ അനന്തരാവകാശത്തിനുള്ള അവകാശങ്ങളും ഈ രണ്ടിലുമുണ്ട്. ബോത്ത് കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം റെക്കഗ്നൈസ് ദി റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. കോർപ്പറേഷനിലായാലും ക്യാപിറ്റലിസ്റ്റിലായാലും സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനും അതുപോലെ അനന്തരാവകാശത്തിനുള്ള രണ്ടിന്റെയുമുള്ള അവകാശങ്ങൾ രണ്ടിലുമുണ്ട്. ബോത്ത് സിസ്റ്റംസ് ആർ നോട്ട് ഫേവർ സ്റ്റേറ്റ് ഇന്റർഫറൻസ്. അതായത് ബോത്ത് സിസ്റ്റംസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആയാലും ക്യാപിറ്റലിസം ആയാലും എന്താണ്, സ്റ്റേറ്റ് ഇന്റർഫറൻസിനെ ഒട്ടും ഫേവർ ചെയ്യുന്നില്ല. അതായത് അവര് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത അതിൽ സ്റ്റേറ്റിന്റെ യാതൊരുവിധ ഇടപെടലുകളെയും അവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല, അത് ഇന്റർഫിയർ ചെയ്യുന്നില്ല, അതിനെ ഒഴിവാക്കുവാനാണ് ശ്രമിക്കുന്നത്. ബോത്ത് സിസ്റ്റംസ് ആർ നോട്ട് ഫേവർ ഇൻ സ്റ്റേറ്റ് ഇന്റർഫിറൻസ്. Like capitalism, cooperatives also require capital for their functioning, but cooperatives pay limited interest on capital. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പോലെ തന്നെ എന്താണ് സഹകരണ പ്രസ്ഥാനങ്ങളും ക്യാപിറ്റലുകൾ ആവശ്യപ്പെടുന്നത്. അതായത് അവർക്ക് മൂലധനം അത്യാവശ്യമാണ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മൂലധനം അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ക്യാപിറ്റലിനെ എല്ലാ പ്രോഫിറ്റ് മുതലാളിമാർക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്കല്ല പോകുന്നത്. പ്രോഫിറ്റിൽ നിന്ന് ഉള്ള കുറച്ച് ഭാഗം മാത്രമേ ക്യാപിറ്റലിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പോ എവിടെ സഹകരണ പ്രസ്ഥാനങ്ങളില് ക്യാപിറ്റലിസത്തിലാണെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ അതിലുണ്ടാവുന്ന എല്ലാ പ്രോഫിറ്റുകളും ഇതിലേക്കാണ് പോകുന്നത്, മുതലാളിമാരുടെ കയ്യിലേക്കാണെങ്കിൽ. സഹകരണ പ്രസ്ഥാനങ്ങളിലാണെങ്കിൽ അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമേ മൂലധനത്തിലേക്ക് മാറ്റപ്പെടുന്നുള്ളൂ. ലൈക്ക് ക്യാപിറ്റലിസം, കോപ്പറേറ്റീവ്സ് ആൾസോ റിക്വയർ ക്യാപിറ്റൽ ഫോർ ദർ ഫങ്ഷനിങ്, ബട്ട് കോപ്പറേറ്റീവ്സ് പേ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബോത്ത് കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. അടുത്തെന്താണ്, ബോത്ത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് കോപ്പറേറ്റീവ്സ് ഒപ്പോസ് ദ ഇന്റർഫറൻസ് ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ്. നേരത്തെ പറഞ്ഞത് തന്നെ സ്റ്റേറ്റ് ഇന്റർഫറൻസിനെ
പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെന്താണ് ഗവൺമെന്റിന്റെ അവരുടെ ബിസിനസ്സിലെ ഗവൺമെന്റിന്റേതായ യാതൊരുവിധ ഇന്റർഫറൻസസും ഒന്നും കൊണ്ടുവരാൻ ക്യാപിറ്റലിസ്റ്റ് ആയാലും കോപ്പറേറ്റീവ്സ് ആയാലും എതിർക്കുകയാണ് ചെയ്യുന്നത്. ബോത്ത് ഇൻ കോപ്പറേറ്റീവ്സ് ആൻഡ് ക്യാപിറ്റലിസം മച്ച് ഇമ്പോർട്ടൻസ് ഗിവൺ for efficiency. Both cooperatives and capitalism much importance given for efficiency. Capitalism ആയാലും കോപ്പറേറ്റീവ്സ് ആയാലും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എഫിഷ്യൻസിക്കാണ്. ബോത്ത് ഇൻ കോപ്പറേറ്റീവ്സ് ആൻഡ് ക്യാപിറ്റലിസം മച്ച് ഇമ്പോർട്ടൻസ് ഗിവൺ ഫോർ എഫിഷ്യൻസി. അപ്പൊ നമ്മൾ സിമിലാരിറ്റീസ് പഠിച്ചു. ഇനി ഡിഫറൻസ് ആണ്. ഞാൻ ഇത്തിരി സ്പീഡിലാണ് ക്ലാസ് പോകുന്നത്, വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ടൈം വളരെ കുറവുള്ള ക്ലാസ്സുകൾ കൂടുതൽ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇതൊക്കെ തന്നെ നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇപ്പൊ നമ്മള് ടോപ്പിക് എല്ലാം നമ്മൾ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കിലേക്കും നമുക്ക് കടന്നു പോകണം. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്പീഡിൽ ക്ലാസ് പോകുന്നത് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് കോപ്പറേഷൻ. ക്യാപിറ്റലിസവും കോപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. A capitalistic concern is a union of capital. But cooperatives are union of persons. Person is more important than money. അതായത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥിതിയിലാണെങ്കിൽ മൂലധനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ മൂലധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ നമ്മളുടെ സഹകരണ പ്രസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെ വ്യക്തികൾക്കാണ് കൂടുതൽ, വ്യക്തികളുടെ കൂട്ടത്തിന് യൂണിയൻ ഓഫ് പേഴ്സൺസിന് വ്യക്തികളുടെ കൂട്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് പേഴ്സൺസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മണി. പണത്തെക്കാൾ കൂടുതൽ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എ ക്യാപിറ്റലിസ്റ്റിക് കൺസേൺ ഈസ് എ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ, ബട്ട് കോപ്പറേറ്റീവ്സ് ആർ യൂണിയൻ ഓഫ് പേഴ്സൺസ്. പേഴ്സൺ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മണി. ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇതിലാണെങ്കിൽ എന്താണ് ക്യാപിറ്റലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കോപ്പറേറ്റീവ്സിലെ പേഴ്സൺസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പേഴ്സൺ ആണ് പണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം എന്തില് സഹകരണ പ്രസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത്. എന്നാൽ മുതലാളിത്ത പ്രസ്ഥാനത്തിലാണെങ്കിൽ അവിടെ വ്യക്തികളെക്കാൾ പ്രാധാന്യം എന്തിനു കൊടുക്കുന്നു, പണത്തിന് കൊടുക്കുന്നു. In capitalism, capital is invested with the intention of earning maximum profit to the investor. But in capitalism, capital is invested with the intention of earning maximum profit to the investor. But in cooperation, the member invests its capital as a means to provide himself with economic services at a reasonable cost. അതായത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇൻവെസ്റ്റർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുവാനാണ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ മൂലധനം നൽകുന്നത് മാക്സിമം പ്രോഫിറ്റിനാണെങ്കിൽ. കോർപ്പറേഷനിലാണെങ്കിൽ അവിടെ എന്താണ് മെമ്പർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആസ് എ മീൻസ് ഓഫ് പ്രൊവൈഡ് ഹിംസെൽഫ് വിത്ത് എക്കണോമിക് സർവീസസ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. അവർക്ക് മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടില്ല, അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് ആവശ്യമാണ്, അതിനോടൊപ്പം തന്നെ എക്കണോമിക് സർവീസ് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനും അത് റീസണബിൾ കോസ്റ്റിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അവരുടെ മെമ്പർമാർക്ക് ചെയ്യുന്നതിനും കൂടിയിട്ടാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള സഹായങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നു, ലാഭം മാത്രമാണ് അവിടെ എത്തിച്ച. എന്നാൽ ഒരു സഹകരണ പ്രസ്ഥാനത്തിലാണെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭം എന്നതിനുപരി അവിടെ നിന്ന് ലാഭം ആവശ്യമാണ്, അതിനേക്കാൾ ഉപരി എന്താണ് ഒരു സാമ്പത്തികമായ സഹായമാണ്, സർവീസാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റീസണബിൾ കോസ്റ്റ്, വളരെ കുറഞ്ഞ നിലയ്ക്ക് സാമ്പത്തിക സഹായം ഓരോരുത്തർക്ക് ലഭിക്കണമെന്നതാണ് കോർപ്പറേഷൻ മീൻ ചെയ്യുന്നത്. In capitalistic concerns, the profit can be credited to capital, but in cooperatives, interest on capital is permissible. ഒരു ക്യാപിറ്റലിസ്റ്റ് കൺസേണിലാണെങ്കിൽ, അതായത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രോഫിറ്റ് പ്രോഫിറ്റിന്റെ അത് മുഴുവൻ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, മൂലധനത്തിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ഇപ്പൊ മൂലധനം അടയ്ക്കും, നമ്മളുടെ ക്യാപിറ്റലിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്ന ലാഭങ്ങളും അതിന്റെ പലിശകളും എല്ലാം അതിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ കോപ്പറേറ്റീവ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് പെർമിസിബിൾ. എന്നാൽ കോപ്പറേറ്റീവ്സിലാണെങ്കിൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത് അനുവദനീയമായ ഭാഗങ്ങൾ, നിർബന്ധമായിട്ട് ഇത്ര തന്നെ ചെയ്യണമെന്നില്ല, അനുവദനീയ ഭാഗമായ ഭാഗം മാത്രമേ ക്യാപിറ്റലിലേക്ക് കൊടുക്കാറുള്ളൂ ഇൻട്രസ്റ്റ്.
മുഴുവനായിട്ടൊന്നും മൂലധനത്തിലേക്ക് ഇടാറില്ല. അതിന് ഇത്ര എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് ഇടാം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി വെക്കുന്നു. ഇൻ ക്യാപിറ്റലിസ്റ്റിക് കൺസേൺസ് ദ പ്രോഫിറ്റ് ക്യാൻ ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ, ബട്ട് ഇൻ കോപ്പറേറ്റീവ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പെർമിസിബിൾ. In cooperatives, one man one vote is the principle. In cooperatives, one man one vote is the principle. ഒരു സഹകരണ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ട്, ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഇൻ കമ്പനീസ്, എന്നാൽ കമ്പനികളിലാണെങ്കിൽ വിച്ച് ആർ ദ ചീഫ് ടൂൾ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്, പ്ലൂരാലിറ്റി ഓഫ് വോട്ടിംഗ് ഇസ് അലൗഡ്. അതായത് അവിടെ നമുക്ക് ഒന്നിലധികം വോട്ടുകൾ ചെയ്യാം. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ വോട്ടുള്ളത്. കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കൂടുതൽ വോട്ട്, അങ്ങനെയാണ് അവിടെ. പ്ലൂരാലിറ്റിയാണ്, ഒറ്റ വോട്ട് എന്നല്ല, കൂടുതൽ വോട്ടുകൾ ചെയ്യാം. ഇൻ കോപ്പറേറ്റീവ്സ് വൺ മാൻ വൺ വോട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ. ഇൻ കമ്പനീസ് വിച്ച് ആർ ദ ചീഫ് ടൂൾ ഓഫ് ക്യാപിറ്റലിസ്റ്റ്, പ്ലൂരാലിറ്റി ഓഫ് വോട്ടിംഗ് ഇസ് അലൗഡ്. In cooperatives, one man, one vote is the principle. In companies, which are the chief tool of the capitalists, plurality of voting is allowed. There will be the concentration of wealth and monopoly in capitalism, but cooperatives are for decentralization. അതായത് there will be concentration of wealth and monopoly in capitalism. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ അവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അവരെന്തിലാണ് അവരുടെ എല്ലാ സമ്പത്തും അധികാരങ്ങളും എല്ലാം എന്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ചിലരുടെ കൈകളിൽ ആണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് അവിടെ അതുകൊണ്ട് തന്നെ എന്താണ്, കുത്തകാവകാശമാണ് അവിടെ വരുന്നത്. അവിടെ കുത്തക സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നാൽ കോപ്പറേറ്റീവ്സ് ഡീസെൻട്രലൈസേഷൻ, അവിടെ വികേന്ദ്രീകരണമാണ്. കോപ്പറേറ്റീവ്സിൽ എന്താണ്, വികേന്ദ്രീകരണങ്ങളാണുള്ളത്. അതായത് വികേന്ദ്രീകരണം വെച്ചാൽ ഒരാളിൽ കേന്ദ്രീകരിക്കപ്പെടില്ല, എല്ലാവരിലേക്കും അവിടുത്തെ എല്ലാ മെമ്പർമാരിലേക്കും കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. There will be concentration of wealth and monopoly in capitalism, but cooperatives are for decentralization. Difference between capitalism and cooperation. അതായത് ക്യാപിറ്റലിസവും കോപ്പറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. Capitalism is based on the principle of self-help, but cooperation is based on the principle of self-help and mutual help. Capitalism എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ്, സ്വന്തം സഹായം, ഞാൻ എനിക്ക് മാത്രം സഹായിക്കുള്ളൂ. അതായത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, എനിക്ക് കിട്ടുന്ന ഇതൊക്കെ എനിക്ക് എന്നെ സഹായിക്കാനുള്ള എനിക്കുള്ളതാണ്. എന്നാൽ കോപ്പറേഷൻ എന്താണ് പറയുന്നത്, നമ്മളെ സഹായിക്കണം, അതോടൊപ്പം തന്നെ എന്താണ് പരസ്പര സഹായം കൂടി പറയുന്നുണ്ട്. ഇവിടെ എന്താണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ്, ബട്ട് കോപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ക്യാപിറ്റലിസം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ്, but cooperation is based on the principle of self-help and mutual help. Capitalistic organization works only in the interest of their shareholders, but cooperative societies function not only in the interest of its members, but also in the interest of all consumers and the general public. Capitalistic organization works only in the interest of their shareholders. Capitalistic organization എന്താണ്, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. എന്നാൽ cooperative societies function not only in the interest of its members, but also in the interest of all consumers and general public. Cooperative societies അവരുടെ മെമ്പർമാരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നത്. മെമ്പർമാരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, സമൂഹത്തിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും കൺസ്യൂമേഴ്സിന്റെയും ജനറൽ പബ്ലിക്കിന്റെയും എല്ലാവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്താണ്, അവരുടെ മെമ്പർമാരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രമല്ല, അതിനേക്കാൾ ഉപരി എന്താണ്, ആ സമൂഹത്തിന്റെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ഒക്കെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇൻ ക്യാപിറ്റലിസം there will be speculation, but in cooperative enterprises there is no speculation since it aims at stabilization of prices. അതായത് ഒരു ക്യാപിറ്റലിസത്തിലാണെങ്കിൽ ഊഹക്കച്ചവടമാണ്, അതിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം, സ്പെക്കുലേഷൻ ആണ്. എന്നാൽ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ഊഹക്കച്ചവടമല്ല, അവരൊരു സ്റ്റെബിലൈസേഷൻ, പ്രൈസസിന്റെ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ലക്ഷ്യം തന്നെ ഏകീകരണമാണ്. ഇൻ ക്യാപിറ്റലിസം there will be speculation, ബട്ട് അതേ സ്പെക്കുലേഷൻ നടത്തണമെങ്കിൽ മാർക്കറ്റിനനുസരിച്ച് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് സ്പെക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ കൂട്ടാം കുറയ്ക്കാം, അതൊരു സ്പെക്കുലേറ്റീവ് ആണ്. പക്ഷേ കോപ്പറേറ്റീവ് എന്റർപ്രൈസസിലാണെങ്കിൽ അങ്ങനെ ഒരു സ്പെക്കുലേഷൻ അല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഒരു ഏകീകരണമാണ് ഉദ്ദേശിക്കുന്നത്.
In capitalism, there will be speculation, but in cooperative enterprises, there is no speculation since it aims at a stabilization of prices. Difference between capitalism and cooperation. Capitalism gives more importance to capital only, and cooperation gives equal importance to all factors of production. Capitalism എന്താണ് പറയുന്നത്? ക്യാപിറ്റലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, എന്താണ്? ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ ആൻഡ് എന്താണ്? ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ നാലെണ്ണമാണ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനിലെ ക്യാപിറ്റലിസത്തിൽ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയില് മൂലധനത്തിൽ മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ മൂലധനത്തിന് മാത്രമാണ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ കോർപ്പറേഷൻ എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യമാണ് കൊടുക്കുന്നത്. എന്താണ്? കോർപ്പറേഷൻ ഗീവ്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. Capitalism gives more importance to capital only, and cooperation gives equal importance to all factors of production. Capitalism is based on the automatic management and cooperation based on the democratic management. ക്യാപിറ്റലിസം എന്താണ്? ഒരു ഓട്ടോമാറ്റിക് മാനേജ്മെന്റ് ആണ് ബേസ് ചെയ്യുന്നതെങ്കിൽ കോർപ്പറേഷൻ ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. സ്വയംഭരണമാണ് ക്യാപിറ്റലിസത്തിലെങ്കിൽ ജനാധിപത്യപരമായ ഭരണമാണ് എന്താണ് സഹകരണ പ്രസ്ഥാനങ്ങളിലുള്ളത്. Capitalism is based on the automatic management and cooperation based on the democratic management. Other features of capitalism. Capitalismത്തിന്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. സിസ്റ്റം ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് മോട്ടീവ്, എക്കണോമിക് ഫ്രീഡം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, കൺസ്യൂമർ സോവറിനിറ്റി, റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം, നോ റോൾ ഓഫ് ദി ഗവൺമെന്റ്. എന്തൊക്കെയാണ്? സിസ്റ്റം ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് മോട്ടീവ്, economic freedom, perfect competition, consumer sovereignty, role of price mechanism, no role of government. System of private property, profit motive, economic freedom, perfect competition, consumer sovereignty, role of price mechanism, no role of government. ഇതൊക്കെയാണ് മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിമെറിറ്റ്സ് ഉണ്ട് ക്യാപിറ്റലിസത്തിന്റെ. എന്തൊക്കെയെന്ന് നോക്കാം. സോഷ്യൽ ബെനിഫിറ്റ് ഇഗ്നോർഡ്. സോഷ്യൽ ബെനിഫിറ്റ് അവര് ഇഗ്നോർ ചെയ്യുന്നു. ഇൻഇക്വാലിറ്റി ഈസ് എ ലോങ് ടൈം കൺസിക്വൻസ് ഓഫ് ക്യാപിറ്റലിസം. ഇൻഇക്വാലിറ്റി, അസമത്വം അവരുടെ ഒരു ക്യാപിറ്റലിസത്തിന്റെ എന്താ പറയാ, ദീർഘകാല ഒരു അനന്തരഫലമാണ്. ദീർഘകാലമായിട്ടുള്ളൊരു ഫലമാണ് ഇൻഇക്വാലിറ്റിയാണ്. മൈറ്റ് ഹാവ് എൻ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റൽ കോസ്റ്റ്. എന്താണ്? അവര് എൻവയോൺമെന്റൽ കോസ്റ്റിനൊന്നും യാതൊരുവിധ പാരിസ്ഥിതികമായിട്ടുള്ള ഇതിനൊന്നും യാതൊരുവിധ ഇതും കൊടുക്കുന്നില്ല. അതായത് എന്ത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്കത് പ്രശ്നമില്ല. അവരുടെ ലാഭം മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ വന്ന്, മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നു, അതൊന്നും അവരതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ ബെനിഫിറ്റ്, സാമൂഹികമായിട്ടുള്ള ബെനിഫിറ്റുകൾ അവർ ഇഗ്നോർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ഇൻഇക്വാലിറ്റി അവർക്ക് അതൊന്നും അവരുടെ ക്യാപിറ്റലിസത്തിൽ, അതായത് മുതലാളി സമ്പദ് വ്യവസ്ഥയില് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളെ തന്നെയായിരിക്കും. ഇക്വാലിറ്റി ഇല്ല, ഇൻഇക്വാലിറ്റിയാണ്. ഇൻഇക്വാലിറ്റിയാണ് അവർക്കുള്ളത്. ഇൻഇക്വാലിറ്റി ഇസ് എ ലോങ് ടൈം കോൺസിക്വൻസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ഒരു അനന്തരഫലമാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ദീർഘകാലമായി അവർ ഇക്വാലിറ്റി ഇല്ലാതെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ഒരു ഫലമാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്, അസമത്വം എന്ന് പറയുന്നത്. തന്നിഷ്ടം നോക്കിക്കോടുമ്പോൾ അവിടെ സമത്വത ഇല്ലാതെ അസമത്വമാകും. സോഷ്യൽ ബെനിഫിറ്റ് ഇഗ്നോർ ചെയ്യുന്നു. അതുപോലെ മൈറ്റ് ഹാവ് എൻ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റൽ കോസ്റ്റ്. പാരിസ്ഥിതികമായിട്ടുള്ള യാതൊരുവിധ മൂല്യങ്ങളും അവർ കൽപ്പിക്കുന്നില്ല. ദ പോസിബിലിറ്റി ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് അണ്ടർവാല്യൂയിങ് ദ ലേബർ. അതായത് ലേബർ ഉണ്ടല്ലോ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവര് എന്താണ് ഒരു അണ്ടർവാല്യൂ ചെയ്യുന്നു. അവർക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കുന്നില്ല. അവര് മാക്സിമം ചൂഷണം ചെയ്യുക. അവര് മനുഷ്യജീവിയാന്നുള്ള മാനസിക പരിഗണനകളൊന്നും കൊടുക്കാതെ അവരെ മാക്സിമം ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് എന്തെല്ലാം എടുക്കാൻ പറ്റും അതൊക്കെയാണ് ക്യാപിറ്റലിസത്തിൽ ചെയ്യുന്നത്. ദ പോസിബിലിറ്റി ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് അണ്ടർവാല്യൂയിങ് ലേബർ. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് മേ ഓൺ ദ ക്യാപിറ്റൽ. കുറച്ച് ആളുകളുടെ കയ്യില് ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കയ്യില് മൂലധനങ്ങളെല്ലാം എല്ലാ മൂലധനങ്ങളും അവരുടെ കയ്യിലേക്ക് മാറ്റപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മള് എന്താണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതിനെ കുറിച്ച്, കോർപ്പറേഷൻ എന്ന് പറയുന്നതും അത് തമ്മിലുള്ള ഡിഫറൻസ്, സിമിലാരിറ്റീസും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ലാഭമാണ് അവരുടെ
ഏം, മേൽക്കോയ്മ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ക്യാപിറ്റലിസ്റ്റിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന, സേവനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇത്തിരി സ്പീഡിലാണ് പോകുന്നത്. വിചാരിച്ചതുപോലെ ഒന്നും വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി കുറച്ച് സ്പീഡിൽ ക്ലാസ്സുകൾ എടുക്കാതെ നിവൃത്തിയില്ല. കാരണം ഇപ്പൊ അടുത്ത കേരള ബാങ്കിന്റെ എക്സാമും കൂടെ വന്നു. നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട്സ് എഴുതി വെക്കാം. നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എടുക്കാം. എന്തായാലും നമ്മളുടെ ആർട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓരോ പാർട്ടുകൾ നമുക്ക് തീർക്കാം. അപ്പൊ താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.